വിജയ് ആയിരിക്കുമോ ഇനി തമിഴ്നാടിന്റെ അടുത്ത സിഎം, അതോ അണ്ണൻ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചു വരുമോ? ഈ ചോദ്യം ഇന്ന് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഒരേപോലെ വലിയ ചർച്ചയാണ്. 400 കോടി ക്ലബ്ബുകളിൽ അനായാസം ഇടം പിടിക്കുന്ന ഒരു സിനിമ പരാജയപ്പെട്ടാൽ പോലും ആരാധകർ കൈവിടാത്ത ദളപതി എന്ന മാസ് ഇമേജ് ഉള്ളപ്പോൾ എന്തായിരിക്കും വിജയ് ഇങ്ങനെ ഒരു റിസ്ക് എടുത്തത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത മറ്റൊരു താരമുണ്ടോ? കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഓരോ ദിവസവും തിരുത്തി കുറിക്കുമ്പോൾ 50 കോടിയല്ല 500 കോടി ക്ലബ്ബുകളിൽ അനായാസം വിജയിക്കുമ്പോൾ എല്ലാം വലിച്ചെറിഞ്ഞ് ഒരു അനിശ്ചിതത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി നടക്കുക. അൺബിലീവബിൾ. ഇത് വെറും ഒരു നടന്റെ രാഷ്ട്രീയ പ്രവേശനം മാത്രമായിരുന്നില്ല, തമിഴ്നാടിന്റെ മണ്ണിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മാസ് എൻട്രി കൂടെയായിരുന്നു. പക്ഷെ ആ എൻട്രിക്ക് പിന്നിൽ ഇത്രയേറെ വേദനയും വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? ജനനായകൻ എന്ന അവസാന സിനിമ റിലീസിന് മുൻപേ ലീക്കായപ്പോൾ അത് കേവലം ഒരു സാമ്പത്തിക നഷ്ടമായിരുന്നില്ല, മറിച്ചൊരു വലിയ ഗെയിം പ്ലാന്റെ ഭാഗമായിരുന്നു. ഇത്രയും വലിയൊരു സിംഹാസനം ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് വിജയ് രാഷ്ട്രീയത്തിന്റെ ചുഴിയിലേക്ക് എടുത്തു ചാടിയത്? ഒരുപക്ഷെ പണത്തിനു മുകളിലും പ്രശസ്തിക്ക് മുകളിലും അദ്ദേഹം മറ്റെന്തോ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിജയ് എന്ന താരത്തെക്കുറിച്ച് മാത്രമല്ല. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിജയുടെ കരിയർ ഗ്രാഫ് മുതൽ രാഷ്ട്രീയത്തിലെ അഗ്നി പരീക്ഷണങ്ങൾ വരെയാണ്. എന്തിനാണ് അദ്ദേഹം സിനിമ വിട്ടത്? അദ്ദേഹത്തിന്റെ ജനനായകൻ എന്ന ചിത്രം എന്തിന് ഇത്രയേറെ തടസ്സങ്ങൾ നേരിട്ടു? രാഷ്ട്രീയത്തിൽ അദ്ദേഹം തോൽക്കുമോ അതോ ചരിത്രം കുറിക്കുമോ? നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. അവസാന നിമിഷം വരെ സ്കിപ്പ് ചെയ്യാതെ കാണൂ, കാരണം ഒടുവിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലതും ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതാവാം. നമ്മൾക്ക് ആദ്യം വിജയ് എന്ന ബ്രാൻഡിനെ പറ്റി സംസാരിക്കാം. ഇന്നത്തെ ഈ ദളപതിയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഒരു കാലത്ത് ഇവൻ അഭിനയിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്ക് ഇന്ന് ലോകം മുഴുവൻ കൈയടിക്കുന്ന ഒരു നടനായി അദ്ദേഹം മാറിയത് എങ്ങനെയാണ്? കരിയറിന്റെ തുടക്കത്തിൽ പരാജയങ്ങളും വിജയങ്ങളും മാറി മാറി വന്നു. പലരും അദ്ദേഹത്തെ പരിഹസിച്ചു, അഭിനയം പോരെന്ന് പറഞ്ഞു. പക്ഷെ ഒരു നടൻ എങ്ങനെയാണ് സ്റ്റാർ ആയി മാറുന്നതെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിജയ്. ഓരോ സിനിമയിലും ഓരോ ചെറിയ മാറ്റങ്ങൾ, ആരാധകരെ കൂടെ കൂട്ടാനുള്ള ആ തന്ത്രങ്ങൾ, അതാണ് വിജയ് എന്ന ബ്രാൻഡിനെ വളർത്തിയത്. എല്ലാവരും വിജയ് എന്ന് വിളിക്കുന്ന ഈ ദളപതി ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. ഇതിനു പിന്നിൽ 34 വർഷത്തെ കഠിനാധ്വാനവും പരാജയങ്ങളും ഒരുപാട് പരിഹാസങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചു നോക്കൂ, അവിശ്വസനീയമാണ്. 1992 നാളെയെ തെറുപ്പ് എന്ന സിനിമയിലൂടെ നായകനായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ അന്ന് വിജയ്ക്ക് വെറും 18 വയസ്സായിരുന്നു. അച്ഛൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രം പക്ഷേ പരാജയപ്പെട്ടു. തുടക്കത്തിൽ തന്നെ ബോക്സ് ഓഫീസിൽ കാലിടറി. ആ കാലഘട്ടത്തിൽ അഭിനയം പോരാ, ലുക്ക് ശരിയില്ല എന്നിവരെ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം അവിടെ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. 1996 പൂവേ ഉനക്കാകെ എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ വലിയ ബ്രേക്ക് നൽകിയത്. അന്ന് വരെ കേവലം ഒരു നെപ്പോട്ടിസം താരമായി കണ്ടവർ അദ്ദേഹത്തിന്റെ അഭിനയത്തിലെ ആഴം തിരിച്ചറിഞ്ഞ നിമിഷം. പിന്നെ അങ്ങോട്ട് കാതലിക്ക് മര്യാദ, തുള്ളാത്ത മനവും തുള്ളും, അങ്ങനെ റൊമാന്റിക് ഹീറോയിൽ നിന്ന് യൂത്തിന്റെ പ്രിയങ്കരനായ നടനായി അദ്ദേഹം മാറി. 1994 ഇറങ്ങിയ രസികൻ എന്ന സിനിമയിലാണ് ആദ്യമായി വിജയിയെ ഇളയ ദളപതി എന്ന് വിളിച്ചു തുടങ്ങിയത്. എസ് എ ചന്ദ്രശേഖർ എന്ന പിതാവിന്റെ തന്ത്രമായിരുന്നു അത്. അന്ന് ദളപതി എന്ന വാക്കിന് തമിഴ് സിനിമയിൽ വലിയ പവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആരാധകർ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു. എല്ലാവരും ഓർക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. 2003 ഇറങ്ങിയ തിരുമല. അവിടെയാണ് വിജയ് എന്ന ആക്ഷൻ ഹീറോയുടെ ജനനം. തൊട്ടു പിന്നാലെ വന്ന ഗില്ലി അതൊരു വികാരമായിരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും വിജയ് എന്ന പേര് തരംഗമായി മാറി. എന്നാൽ ഈ സമയത്തും ചില വിമർശനങ്ങൾ അദ്ദേഹത്തെ വിട്ടുമാറിയിരുന്നില്ല. ഒരേ തരം സിനിമകൾ, കഥയില്ലാത്ത പടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലരും പരിഹസിച്ചു. നിങ്ങളുടെ ഫേവറേറ്റ് വിജയ സിനിമ ഏതാണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. 2012 തുപ്പാക്കി വന്നപ്പോൾ വിജയ് മറ്റൊരു തലത്തിലേക്ക് മാറി. പിന്നീട് കത്തി, മേഴ്സൽ, സർക്കാർ, മാസ്റ്റർ, ഈ സിനിമകൾ വെറും ബോക്സ് ഓഫീസ് ഹിറ്റുകൾ മാത്രമായിരുന്നില്ല, സമൂഹത്തിലെ പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്ന സിനിമകളായി അദ്ദേഹം ഇതിനെ മാറ്റി. 2017 ഇറങ്ങിയ ഭൈരവ എന്ന ചിത്രത്തിലാണ് ഇളയ ദളപതി എന്ന പേര് മാറ്റി ഔദ്യോഗികമായി ദളപതി എന്ന ടൈറ്റിൽ കാർഡ് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇതിനിടയിൽ നടന്ന ഇൻകം ടാക്സ് റെയ്ഡുകൾ, രാഷ്ട്രീയമായ എതിർപ്പുകൾ, സിനിമ റിലീസ് തടസ്സങ്ങൾ, ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ലെന്ന് മാത്രമല്ല, പകരം അദ്ദേഹത്തിന് ഒരു പവർ ഇമേജ് കൂടി കിട്ടിയെന്നതാണ് സത്യം. 2015 സെപ്റ്റംബർ 30 ആദ്യത്തെ വലിയ റെയ്ഡ്. വിജയ് നായകനായ പുലി എന്ന ചിത്രം റിലീസ് ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു IT ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തിയത്. സിനിമയുടെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് ഇതിന് കാരണമായി പറഞ്ഞത്. റിലീസിന് തൊട്ടു മുൻപ് നടന്ന ഈ റെയ്ഡ് വലിയ വാർത്തയായിരുന്നു. പക്ഷെ എല്ലാ തടസ്സങ്ങളും നീക്കി പുലി കൃത്യസമയത്ത് തന്നെ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തു. പിന്നീട് 2020 ഫെബ്രുവരി 5 വിജയ് മാസ്റ്റർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി നെയ്വേലിയിൽ ഷൂട്ടിങ്ങിനിരിക്കുമ്പോഴാണ് അടുത്ത റെയ്ഡ്. ബിഗിൽ എന്ന സിനിമയുടെ നിർമ്മാതാക്കളായ AGS ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും വിജയുടെ പ്രതിഫലത്തെക്കുറിച്ചും അന്വേഷിക്കാനായിരുന്നു IT ഉദ്യോഗസ്ഥർ സെറ്റിലെത്തിയത്. ഷൂട്ടിംഗ് നിർത്തിവെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയ ആ നിമിഷം തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം ഞെട്ടി. അന്ന് രാഷ്ട്രീയപരമായി അദ്ദേഹം നേരിട്ട വലിയൊരു അഗ്നിപരീക്ഷയായിരുന്നു അത്. പക്ഷേ ഈ റെയ്ഡുകൾക്കൊന്നും വിജയനെ തളർത്താനായില്ല. പിന്നീട് IT ഡിപ്പാർട്ട്മെന്റ് തന്നെ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ കുറ്റകൃത്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അദ്ദേഹത്തിന്റെ കരിയർ വളരുന്നതനുസരിച്ച് തന്നെ എതിർപ്പുകളും വളർന്നുകൊണ്ടിരുന്നു. കായുള്ള മാവിലെ കല്ലെറിയൂ എന്ന് കേട്ടിട്ടില്ലേ? ഈ പ്രതിസന്ധികളെ അദ്ദേഹം നേരിട്ട രീതിയാണ്
അദ്ദേഹത്തെ ഒരു വലിയ നേതാവാക്കി മാറ്റിയത്. തന്റെ 69ാമത്തെ ചിത്രമായ ജനനായകൻ തന്റെ അവസാനത്തെ സിനിമയായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ഒരു യുഗം അവസാനിക്കുകയാണെന്ന് പലരും ഭയന്നു. സിനിമ റിലീസിനിടയിൽ ഉണ്ടായ വിവാദങ്ങളും നിയമ തടസ്സങ്ങളും കണ്ടപ്പോൾ തോന്നിയത് ഈ മനുഷ്യൻ സിനിമയേക്കാൾ വലിയൊരു ദൗത്യം ഏറ്റെടുക്കുന്നു എന്നാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിനിമയുടെ കഥ നന്നില്ലെങ്കിലും അപ്പോഴും തിയേറ്ററുകളിൽ ആളുകൾ നിറയും. എന്തുകൊണ്ട്? അവിടെ കഥയല്ല, വിജയ് എന്ന മനുഷ്യനോടുള്ള വിശ്വാസമാണ് ആരാധകർ കാണുന്നത്. ആ ഒരു മാസ് പവർ ഉള്ളപ്പോൾ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് ഉപേക്ഷിച്ചത്? പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്? പണത്തിനൊരു കുറവുമില്ലല്ലോ. എന്നാൽ പണത്തിന് വേണ്ടിയാണ് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതെന്നാണോ നിങ്ങൾ കരുതുന്നത്? MGR മുതൽ ജയലളിത വരെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം സിനിമാ താരങ്ങളോട് ചേർന്ന് കിടക്കുന്നതാണ്. വിജയ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, സിനിമയിൽ ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു ഫാൻ ബേസ് യഥാർത്ഥ ജീവിതത്തിൽ ലഭിക്കാൻ സാധിക്കുമെന്ന്. പണത്തിനുപരി പവർ, സേവനം ഇതൊക്കെ വിജയ് മുന്നിൽ കണ്ടു കാണണം. അദ്ദേഹം തമിഴ് വെട്രിക്കഴകം TVK എന്ന പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ പലരും കരുതിയത് ഒരു തമാശയായിരിക്കുമെന്നാണ്. പക്ഷെ റാലികളിൽ കാണുന്ന ആ വലിയ ജനാവലി, DMKയും ADMKയും പോലെ വർഷങ്ങളായി ഭരിക്കുന്ന പാർട്ടികൾക്ക് മുന്നിൽ ഒരൊറ്റ പേര് കൊണ്ട് വിജയ് ഉണ്ടാക്കിയെടുത്ത ഒരു തരംഗം, അത് എല്ലാവരെയും ഞെട്ടിച്ചു. പലരും പറയുന്ന കാര്യമുണ്ട്, വിജയ് എന്ത് ചെയ്തിട്ടാണ് പൊളിറ്റിക്സിലേക്ക് വന്നത് എന്ന്, എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണ് വിജയ്ക്കുള്ളത് എന്ന്. പലരും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യാമറയ്ക്ക് പുറത്ത് അദ്ദേഹം കെട്ടിപ്പടുത്ത ഒരു വലിയ സാമ്രാജ്യമുണ്ട്. 2009 അദ്ദേഹം തന്റെ ആരാധകരെ മുഴുവൻ ഒരൊറ്റ കുടക്കയിൽ കൊണ്ടുവന്നു. അതിന് അദ്ദേഹം പേരിട്ടു വിജയ് മക്കൾ ഇഴക്കം. ഇതൊരു സാധാരണ ഫാൻസ് അസോസിയേഷൻ ആയിരുന്നില്ല, മറിച്ച് ഒരു ജനകീയ സേവന പ്രസ്ഥാനമായിരുന്നു. വിജയ് തന്റെ ആരാധകരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചു. വിദ്യാഭ്യാസ സഹായം, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ, പുസ്തകങ്ങൾ, യൂണിഫോം, ബാഗുകൾ തുടങ്ങിയവ വർഷങ്ങളായി വിതരണം ചെയ്തു. ആയിരക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് വിജയ് താങ്ങായിട്ടുണ്ട്. ഭക്ഷണ വിതരണം, വിശക്കുന്നവർക്ക് അന്നം നൽകുക എന്നത് വിജയിന്റെ ഒരു പ്രധാന ദൗത്യമായിരുന്നു. പല പ്രദേശങ്ങളിലും സ്ഥിരമായി വിജയ് അന്നദാന എന്ന പേരിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു. രക്തദാന ക്യാമ്പുകൾ, തമിഴ്നാട്ടിലുടനീളം അദ്ദേഹത്തിന്റെ ആരാധകർ നടത്തുന്ന രക്തദാന ക്യാമ്പുകൾക്ക് കണക്കില്ല. പല ആശുപത്രികളിലും രക്തം ആവശ്യമായി വരുമ്പോൾ വിജയ് മക്കൾ ഇഴക്കം പ്രവർത്തകർ ആദ്യം ഓടിയെത്താറുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ചെന്നൈ പ്രളയമായാലും കേരളത്തിലെ പ്രളയമായാലും ഒഡീഷയിലെ ദുരന്തമായാലും എല്ലായിടത്തും പ്രവർത്തനങ്ങളും സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പുകൾ, സൗജന്യ ചികിത്സാ സഹായങ്ങളും മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ച് സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ സേവനം എത്തിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. തയ്യൽ പരിശീലനവും തൊഴിൽ സഹായവും, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യുന്നതും അവർക്ക് പരിശീലനം നൽകുന്നതും അദ്ദേഹത്തിന്റെ ആരാധക സംഘടനയുടെ വലിയ പ്രവർത്തനമായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഇത്തരം പ്രവർത്തനങ്ങൾ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നീളുന്നുണ്ട് ആ ലിസ്റ്റ്. തനിക്ക് കിട്ടിയിരുന്ന സാലറിയുടെ ഒരു പങ്ക് ഇങ്ങനെ പല രൂപത്തിൽ വിജയ് ആൾക്കാർക്കിടയിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു. വെറും ഒരു ഫാൻസ് അസോസിയേഷൻ ആയിരുന്ന വിജയ് മക്കൾ ഇഴക്കം പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്രിക്കഴകം TVK എന്നതിലേക്ക് വളർന്നപ്പോൾ ഈ സേവന പ്രവർത്തനങ്ങളാണ് അതിന്റെ അടിത്തറയായത്. എല്ലാ നാണയത്തിനും രണ്ട് വശങ്ങളുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അത്ര സുഖകരമായിരുന്നില്ല. വിജയുടെ ഓരോ റാലികളിലും കാണുന്ന ആ വലിയ ജനാവലി, അത് അദ്ദേഹത്തിന്റെ ആരാധകരായിരുന്നു. പക്ഷെ ആ തിരക്ക് വലിയ ദുരന്തങ്ങളിലേക്ക് വഴിമാറി. 2025 സെപ്റ്റംബറിൽ കരൂറിൽ വെച്ച് നടന്ന ഒരു റാലി ഒരു ട്രാജഡിയായി മാറി. ഏകദേശം 41 പേർ ആ തിരക്കിൽ മരണപ്പെട്ടു. 100ഓളം പേർക്ക് പരിക്കേറ്റു. രാഷ്ട്രീയത്തിലെ പരിചയക്കുറവ് അവിടെ വിജയ്ക്ക് നല്ല രീതിയിൽ ബാധിക്കപ്പെട്ടു. തിരക്ക് നിയന്ത്രിക്കാനാവാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ വിജയ്ക്ക് ഉൾവലിയേണ്ടി വന്നു. സ്വന്തം ഫാൻസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിജയ് എങ്ങനെ ഒരു നാട് ഭരിക്കുമെന്ന ചോദ്യങ്ങൾ വന്നു. അവിടെ വലിയ രീതിയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. രണ്ടാമത്തെ ഇഷ്യൂ ആയിരുന്നു ജനനായകൻ റിലീസ്. ജനുവരി 9 റിലീസ് ചെയ്യാനിരുന്ന സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. സെൻസർ ഇഷ്യൂ പറഞ്ഞ് റിലീസ് നീട്ടിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ എഡിറ്റർ ടീമിന്റെ സൈഡിൽ നിന്നും പടത്തിന്റെ സെൻസർ കോപ്പി വരെ ലീക്കായി. 200 കോടിയോളം ഇറക്കി സിനിമ എടുത്ത പ്രൊഡ്യൂസർ എത്രമാത്രം പ്രഷറിലൂടെയായിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ റിലീസ് ചെയ്താൽ ഇതിന്റെ ഇമ്പാക്ട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് ഭയപ്പെട്ടവരായിരിക്കും ഈ തടസ്സങ്ങൾക്ക് പിന്നിൽ. മൂന്നാമത്തേതായിരുന്നു ഫാമിലി ഇഷ്യൂസ്. വിജയും ഭാര്യയും പിരിയുകയാണെന്ന വാർത്ത പെട്ടെന്നാണ് ന്യൂസ് ആയത്. ഡൈവേഴ്സ് പേപ്പറിലെ കാര്യങ്ങൾ തികച്ചും മോശമായിരുന്നു. വിജയ്ക്ക് വേറെ ഒരു നടിയുമായി ബന്ധമുണ്ടെന്നും പല തവണ വിലക്കിയിട്ടും വിജയ് അത് തുടർന്നെന്നും എന്നൊക്കെ അതിൽ പറയുന്നു. സ്വന്തം മക്കൾ പോലും വിജയുടെ കൂടെ നിന്നില്ല. ഈ വാർത്ത വന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിജയ് തൃഷയുടെ കൂടെ ഒരു ചടങ്ങിന് ഒരുമിച്ച് വന്നത് എല്ലാവരെയും ഞെട്ടിച്ചു. നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു വിജയ്ക്ക്. വലിയ രീതിയിൽ വിജയ്ക്ക് ഇതിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. ആരാധക കൂട്ടത്തിലെ കുറച്ചുപേരുടെ മണ്ടത്തരങ്ങളും അന്ധമായ ആരാധനകളും കൊണ്ട് നല്ല രീതിയിൽ വിമർശനങ്ങൾ വിജയ് കേട്ടു. വിജയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ കുറച്ചുപേർ, അഴുക്ക് വെള്ളത്തിലൂടെ നീന്തി വിജയെ കാണാൻ വന്ന ഒരുത്തൻ, റാലികളിൽ തിരക്കിനിടയിൽ ചെറിയ കുട്ടികളെ പോലും എടുത്തു വരുന്ന മറ്റു ചിലർ, അങ്ങനെ തർക്കുറി ഫാൻസ് എന്ന പേര് പോലും വിളിക്കപ്പെട്ടു. പഠിക്കാത്തവർ എന്ന അർത്ഥമുള്ള ഈ വേർഡ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യപ്പെട്ടു. ഇത്രയൊക്കെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിട്ടും വിജയ് ഒരടി പുറകോട്ട് പോയതായി തോന്നിയിട്ടില്ല. ഏപ്രിൽ 23 ഇലക്ഷൻ കഴിഞ്ഞ തമിഴ്നാട്ടിൽ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ 15% വോട്ട് ഷെയറും 4 മുതൽ 5 സീറ്റ് വരെയും
അദ്ദേഹം നേടിയാൽ അത് തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ വലിയൊരു വിപ്ലവമാകും. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് മറ്റൊരു ചോദ്യത്തിലേക്കാണ്. ജനനായകൻ എന്ന ചിത്രത്തിന്റെ നഷ്ടം നികത്താൻ വിജയ് വീണ്ടും സിനിമയിലേക്ക് വരുമോ? അതെ, അത്തരമൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആരാധകരുടെ മനസ്സ് നിറയ്ക്കാൻ വിജയ് ഒരു സിനിമ കൂടി ചെയ്യുമെന്ന വാർത്തയാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് വലിയ തരംഗമാകുന്നത്. അത് ലോകേഷ് കനകരാജാണോ അതോ ആറ്റ്ലിയാണോ എന്നാണ് അറിയേണ്ടത്. ആരാധകർ കാത്തിരിക്കുന്നത് ഒരൊറ്റ മാസ് സിനിമയ്ക്ക് വേണ്ടിയാണ്. ആരാധകരുടെ സ്നേഹം തിരികെ നൽകാൻ ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയേക്കാം. പക്ഷെ അത് സിനിമയ്ക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, മറിച്ച് താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമായി അദ്ദേഹം സിനിമയെ ഉപയോഗിച്ചേക്കാം. പക്ഷെ രാഷ്ട്രീയം സിനിമയിലൂടെ പറയുമ്പോൾ അത് എത്രമാത്രം സ്വീകരിക്കപ്പെടും എന്ന് കണ്ടറിയണം. രാഷ്ട്രീയം പറയാതെ പണ്ടത്തെ പോലത്തെ നല്ല സിനിമ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. LCUവിലെ ലിയോ 2 ഒക്കെ വന്നാൽ കൊള്ളാമായിരുന്നു. വിജയ് രാഷ്ട്രീയത്തിൽ വിജയിക്കുമോ അതോ സിനിമയിൽ തിരിച്ചെത്തുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. തമിഴ് ജനത അദ്ദേഹത്തെ എങ്ങനെ കാണുന്നു എന്നതിലാണ് അതിരിക്കുന്നത്. സിനിമയിൽ നമുക്ക് അദ്ദേഹത്തിനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നല്ല മാറ്റത്തിന് വേണ്ടി ആയേക്കാം ചിലപ്പോ അദ്ദേഹം ഈ ചുവട് മാറ്റിയത്. ഇതൊരു യാത്രയാണ്, ഒരു നടനിൽ നിന്നും ജനനായകനിലേക്കുള്ള യാത്ര. വിജയ് വിജയിക്കുമോ തോൽക്കുമോ എന്നതല്ല ഇവിടെ പ്രാധാന്യം. ഇത്രയേറെ റിസ്ക് എടുത്ത് സ്വന്തം കരിയർ പണയം വെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ കാണിച്ച ആ ധൈര്യം, അതാണ് ഏറ്റവും വലിയ കാര്യം. അതിനയാളെ സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ. ശക്തമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള രണ്ട് പാർട്ടികൾ അടക്കി ഭരിക്കുന്ന മണ്ണിൽ പോയി ഇത്രയും പവർ കാണിക്കണമെങ്കിൽ അതിന് കുറച്ച് തന്റെ ഇടം വേണം. മെയ് 4 റിസൾട്ട് വരുമ്പോൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. 2021 73% ഉണ്ടായിരുന്ന പോളിംഗ് 2026 85% എത്തിയത് വെറും SIR കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല. ഏകദേശം 21 ലക്ഷം വോട്ട് കൂടുതൽ ഇപ്രാവശ്യം പോൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഇതൊരു മാറ്റമാണെങ്കിലോ. വിജയ് CM ആവുമെന്നൊന്നും ആരും കരുതുന്നില്ല. വിജയ് മത്സരിച്ച സ്ഥലത്ത് എന്തായാലും ജയിക്കുമെന്നും ഒരു 4-5 സീറ്റ് കിട്ടുമെന്നും ഒക്കെയാണ് നിരീക്ഷകർ പറയുന്നത്. എന്തായാലും നമുക്ക് മെയ് 4 വരെ വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിജയ് രാഷ്ട്രീയത്തിൽ വിജയിക്കുമോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ സബും ഞങ്ങൾക്ക് പുതിയ വീഡിയോയിലേക്കുള്ള ഒരു പ്രചോദനമാണ്. We are Hesana signing off. Keep watching, keep supporting and stay cinematic.